അങ്ങനെ ഫൈനലി ഇമ്മുവിന്റെ ഐഡന്റിറ്റി റിവീൽ ആയിരിക്കുകയാണ്. 8 വർഷം മുമ്പാണ് ഓട ഇമ്മുവിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഇമ്മുവിന്റെ ഫേസോ ജെൻഡറോ ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതാ 8 വർഷങ്ങൾക്ക് ശേഷം ഇമ്മുവിന്റെ ഐഡന്റിറ്റി മൊത്തത്തിൽ തന്നെ റിവീൽ ആയിരിക്കുകയാണ്. ആദ്യം തന്നെ ഇമ്മു ഒരു പുരുഷനാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ്. ഇമ്മു ഒരു പെണ്ണാണെന്നുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തെറ്റാണ്. വൺ ഓഫ് ദ 20 ഫൗണ്ടേഴ്സ് ഓഫ് വേൾഡ് ഗവൺമെന്റിൽപ്പെട്ട ഒരാളാണ് ഇമ്മു. സെയിന്റ് നെറോണ ഇമ്മു എന്നാണ് മുഴുവൻ പേര്. 800 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നെറോണ രാജവംശത്തിലെ അവസാനത്തെ അംഗമാണ് ഇമ്മു. ആളൊരു ഡെവിൾ ഫ്രൂട്ട് യൂസർ കൂടിയാണ്. പവേഴ്സിനെ കുറിച്ച് കൃത്യമായ അറിവില്ലെങ്കിലും ഒരു റെയർ മിത്തിക്കൽ സോൺ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് യൂസർ ആണ് ഇമ്മു എന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. കിങ് ഓഫ് ദി വേൾഡ് എന്ന ടൈറ്റിലോട് കൂടിയിട്ടാണ് നിലവിൽ ഇമ്മു അറിയപ്പെടുന്നത്. പിന്നെ ആളുടെ ശരീരഘടന നോക്കുവാണെങ്കിൽ ഹൈലി ഫിസിക് ആയിട്ടുള്ള ഒരു ബോഡിയും കൊമ്പും ചിറകും കൂടാതെ വെളുത്ത നീണ്ട മുടിയോട് കൂടിയുള്ള ഒരു മാസീവ് ഡിസൈൻ തന്നെയാണ് ഓട ഇമ്മുവിന് നൽകിയിട്ടുള്ളത്. ആളൊരു ലുണേറിയം വംശജനാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇമ്മുവിന്റെ എൻട്രി ഉണ്ടാകുന്നത് ഒരു മാജിക്കൽ സർക്കിൾ രൂപപ്പെട്ടിട്ടായിരിക്കും. നമ്മുടെ 5 വേൾഡേഴ്സ് വന്ന പോലൊക്കെ തന്നെയാണ് ഏകദേശം ഇമ്മുവും വരുന്നത്. പക്ഷെ ഒരു റോയൽ ടൈപ്പിലായിരിക്കും ഇമ്മുവിന്റെ എൻട്രി ഉണ്ടാവുക. ഒരു പവർഫുൾ സുപ്രീം കോങ്കർ ഹാക്കി യൂസർ കൂടിയാണ് ഇമ്മു. ഓൾമോസ്റ്റ് ജോയ് ബോയ് ആയിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ഹാക്കി തന്നെയാണ് ഇമ്മുവിന്റേത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് വില്ലിന് കൊടുക്കേണ്ട സകലമാന ക്വാളിറ്റീസും ഓട ഇമ്മുവിന് നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ആഴ്ച ഇറങ്ങുന്ന ചാപ്റ്ററോട് കൂടിയിട്ട് ഇമ്മുവിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് വേണ്ടി ഓട എന്താണ് കരുതി വെച്ചിട്ടുള്ളതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.